ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം കേൾക്കുന്നുണ്ടോ? ക്ലിയർ ആണോ? മാഷാ അല്ലാഹ്, ജസാഹു ഖൈറൻ. ബഹുമാനപ്പെട്ട ഗഫൂർ അഹമ്മദ് ഉസ്താദ്. ഉസ്താദ് നാട്ടിൽ നിന്നാണ്. ഉസ്താദിന്റെ സമയം കൂടുതൽ കളയുന്നില്ല. ഷേഖ് ഇല്ലാത്തവന്റെ ഷേഖ് ശൈത്താനാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു തരീഖത്ത് സ്വീകരിച്ചേ പറ്റൂ, നിർബന്ധമായും സ്വീകരിച്ചേ പറ്റൂ എന്ന് ഈ തരീഖത്താരൊക്കെ പറയാറുണ്ട്. സാധാരണക്കാർ നമ്മൾ പോലെ സാധാരണക്കാർ ജോലിയും ബിസിനസ്സുമായിട്ടൊക്കെ നീങ്ങുന്ന ആളുകൾക്ക് ഇപ്പൊ തരീഖത്തും ഔറാദുകളും മറ്റുമൊക്കെ ആയിട്ട് കൊണ്ട് നടക്കാൻ കഴിയണമെന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഷെയ്ഖ് ഉണ്ടാവില്ല. അപ്പൊ ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ഷെയ്ത്താനാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അപ്പൊ എന്താണ് അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് ശൈത്താനാണ്. അതെ, തീർച്ചയായും ശരിയാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. ഷെയ്ഖ് ഇല്ലാത്തവന്റെ ഷെയ്ഖ് അഥവാ നല്ല ഷെയ്ഖുകളെ, നല്ല ഷെയ്ഖുമാരെ ഷെയ്ഖായിക്കൊണ്ട് സ്വീകരിക്കുന്നില്ലെങ്കിൽ, അഥവാ സ്വീകരിച്ചിട്ടുള്ള ഷെയ്ഖുമാർ നല്ല ഷെയ്ഖുമാരല്ലെങ്കിൽ, പിന്നെ ഷെയ്ഖാണെന്ന് കരുതിക്കൊണ്ട് ഒരാളെ സ്വീകരിക്കുമ്പോ ആ ഷെയ്ഖാണെന്ന് ധരിച്ചിട്ടുള്ള ഷെയ്ഖ് യഥാർത്ഥത്തിൽ പിശാചായിരിക്കും. ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് പിശാച. ഒരാൾ ഒരു ഷെയ്ഖിനെ സ്വീകരിക്കുന്നു, അത് നല്ല ഷെയ്ഖാണ് എന്നാണ് ഇദ്ദേഹം കരുതിയത്. പക്ഷെ നല്ല ഷെയ്ഖല്ല. എങ്കിൽ പിന്നെ നല്ല ഷെയ്ഖാണെന്ന് കരുതിയിട്ടുള്ള ഷെയ്ഖ് അത് പിശാച, അഥവാ പിശാചിന്റെ രൂപത്തിൽ വന്നിട്ടുള്ള, മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടുള്ള പിശാചാണ്. അതാണ് ഇന്ന് ഈ നൂഷ തരീഖത്തിലും ആലുവ തരീഖത്തിലൊക്കെ കാണുന്നത്. ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് പിശാച്, അഥവാ സ്വീകരിച്ച ഷെയ്ഖ് നല്ല ഷെയ്ഖ് അല്ലെങ്കിൽ, നല്ല ഷെയ്ഖാണെന്ന് കരുതി സ്വീകരിച്ച ഷെയ്ഖ് അത് പിശാചായിരിക്കും. പറഞ്ഞില്ലേ അത് സംബന്ധമായി വേറെ ചോദ്യമില്ലേ? ചോദിക്കാനുള്ള ആളുകൾക്ക് നല്ലൊരു അവസരമാണ്. എത്രയും വേഗം പ്രസന്റ് ചെയ്യുക എന്ന് ചോദിക്കുക. ഇൻഷാ അല്ലാഹ്. അതിന്റെ കൂടെ ഉപചോദ്യം കൂടി ഉണ്ടായിരുന്നു. നമ്മളെപ്പോലെ സാധാരണക്കാര് അവർക്ക് തരീഖത്ത് സ്വീകരിക്കണമെന്നുള്ള നിർബന്ധമുണ്ടോന്ന്. നല്ല തരീഖത്ത് സ്വീകരിക്കണം, നല്ല തന്നെ, അതെല്ലാവർക്കും അറിയാം. പക്ഷെ എന്നാലും നമ്മളെ പോലെയുള്ള സാധാരണക്കാരായ ആളുകൾ ജോലിയും ബിസിനസ്സും മറ്റൊക്കെ ആയിട്ട് പോകുന്ന തിരക്ക് പിടിച്ച ആളുകൾക്ക് ഔറാദുകളൊക്കെ മര്യാദ കൊണ്ടു നടക്കാൻ കഴിയണമെന്നില്ല. അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ തരീഖത്ത് പിടിക്കണമെന്ന് നിർബന്ധം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉസ്താദുമാരൊക്കെ പറയുന്നത് പോലെയുള്ള സാധാരണ ഔറാദുകൾ, അതായത് ദിവസം ഒരു 7 ഫാത്തിഹ അല്ലെങ്കിൽ ഒരു 11 സലാത്ത്, 4 സലാത്ത്, ഇങ്ങനെയുള്ള ചില ചില ഔറാദുകൾ, അതുപോലെയുള്ള കാര്യങ്ങൾ മതി. അല്ല, എല്ലാവരും തരീഖത്ത് സ്വീകരിക്കണമെന്നുണ്ടോ? ഹലോ,
സാധാരണക്കാരൻ തരീഖത്ത് സ്വീകരിക്കൽ നിർബന്ധമാണോ? ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് ഒരു ആളില്ലാ തരീഖത്ത്, ആലുവ തരീഖത്ത് അഥവാ ആളില്ലാ തരീഖത്ത്, അവരുടെ പുതിയ കുറെ മസലകളുണ്ട്. ആ മസലയിൽപ്പെട്ടൊരു മസലയാണ് ഓരോരുത്തരും തരീഖത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ്, തരീഖത്ത് സ്വീകരിച്ചേ പറ്റൂ, തരീഖത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ്, തരീഖത്ത് സ്വീകരിച്ചേ പറ്റൂ. യഥാർത്ഥത്തിൽ അങ്ങനത്തെ ഒരു നിയമമല്ല. ഓരോ മുക്കല്ലഫും ഓരോ മുഅ്മിനായ മനുഷ്യനും അവന്റെ ഹൃദയത്തെ ശുദ്ധിയാക്കണം. കിബർ, ഹസദ്, ഉജ്ബ്, റിയാ, ഹസദ് പോലെയുള്ള ഹൃദയത്തെ ബാധിക്കുന്ന, ഹൃദയത്തിന് ഖസ്വത്തുണ്ടാക്കുന്ന, നിഫാഖുണ്ടാക്കുന്ന ആ പ്രശ്നങ്ങൾ, അംറാദുൽ ഖുലൂബ്, ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ, ഈ രോഗങ്ങളെ തൊട്ട് ഹൃദയത്തെ ശുദ്ധിയാക്കുക, വൃത്തിയാക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഓരോ മനുഷ്യനും തസ്കിയത്ത് നിർബന്ധമാണ്. അവന്റെ അമലുകൾ വൃത്തിയാവണം, അതേപോലെ തന്നെ ഹൃദയവും വൃത്തിയാവണം. ഇത് നിർബന്ധമാണ്. ഹൃദയം വൃത്തിയാവാൻ മാർഗങ്ങൾ ധാരാളമുണ്ട്. ഹൃദയങ്ങൾ വൃത്തിയാവാൻ ധാരാളം മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളിൽപ്പെട്ട വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് നിബന്ധനയൊത്ത ഹക്കായ ഒരു ശൈഖിന്റെ തർബിയത്തിലൂടെ വളർന്നു വരിക എന്നുള്ളത്. എന്നാൽ ഒരാൾ നന്നാകണമെങ്കിൽ, ഒരാളുടെ ഹൃദയങ്ങൾ ശുദ്ധിയാകണമെങ്കിൽ അതുമാത്രമേ വഴിയുള്ളൂ എന്ന് പരിശുദ്ധ ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് അള്ളാഹു തൗഫീഖ് കൊടുക്കുന്നെങ്കിൽ പരിപൂർണമായും ഫിഖ് അനുസരിച്ച്, അതുപോലെ തന്നെ അവൻ പഠിച്ച ഇൽമുകളനുസരിച്ച് ദുആ ചെയ്തുകൊണ്ട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അവൻ മുന്നേറുമ്പോൾ അള്ളാഹുവിന് തൗഫീഖ് ഉണ്ടെങ്കിൽ അവന് വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാം. എന്നാൽ തന്നെ നിയന്ത്രിക്കാൻ ഒരു നിബന്ധനയൊത്ത, അതിന് കഴിവുള്ള, കെൽപ്പുള്ള ഒരു ശൈഖ്, ഇതും ഒരു മനുഷ്യന്റെ തസ്കിയത്തിനുള്ള വഴിയാണ്. ഇവിടെ ഓരോരുത്തർക്കും നിർബന്ധമായ കാര്യം തന്റെ അമലുകൾ വൃത്തിയാവണം, അതേപോലെ തന്നെ തന്റെ ഹൃദയം വൃത്തിയാവണം. അതിനുള്ള വൃത്തിയാക്കുവാനുള്ള മാർഗങ്ങളിൽ ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിച്ചിരിക്കണം. ഇതിനുള്ള മാർഗം തരീഖത്ത് സ്വീകരിക്കൽ മാത്രമാണ്, ശൈഖിനെ സ്വീകരിക്കൽ മാത്രമാകൂ എന്ന് ശരീഅത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ ശരീഅത്ത് പറഞ്ഞിട്ടില്ല. അതിനുള്ള വിവിധ മാർഗങ്ങളിൽപ്പെട്ട ഒരു മാർഗമാണ് ശൈഖിനെ സ്വീകരിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ശൈഖിനെ സ്വീകരിക്കൽ നിർബന്ധമാണ്, തരീഖത്ത് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്നൊരു മസല ഇല്ല. തിരി തലീമാല്ലാത്തൊരു ശൈഖ് ഉണ്ടായ എറണാകുളത്തേരൻ ആലുവ യൂസുഫ്, അദ്ദേഹം പറഞ്ഞത് ഞാൻ കുത്തുബാണ്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പോ അടുത്ത ദിവസം കൊണ്ടോട്ടി വന്നിരുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മടവൂരിനൊന്നും എനിക്ക് മനസ്സിലായ ഹഖീഖത്തും മാരിഫത്തൊന്നും മനസ്സിലായിട്ടില്ല. ബഹുമാനപ്പെട്ട മടവൂരിനെ വടകര തങ്ങൾപ്പാപ്പാക്കും വടകര മുഹമ്മദ് ഹാജി ബഹുമാനപ്പെട്ടവർക്കൊന്നും മനസ്സിലായിട്ടില്ല. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കക്കടിപ്പുറത്തിനും മനസ്സിലായിട്ടില്ല. എനിക്ക് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ഇത് കേട്ടാൽ തന്നെ മനസ്സിലാക്കുക അയാൾ തനി ഭ്രാന്തനാണ്, തനി മാനസിക രോഗിയാണെന്ന്. അപ്പോ ആളില്ലാത്ത ആലുവ തരീഖത്തിലേക്ക് ആളെ ചേർത്തി കമ്പനി വലുതാക്കാൻ വേണ്ടി അവർ തട്ടിപ്പറിച്ചുണ്ടാക്കിയൊരു മസലയാണ് ഓരോരുത്തരും ശൈഖിനെ സ്വീകരിച്ചേ പറ്റൂ, തരീഖത്ത് സ്വീകരിച്ചേ പറ്റൂ എന്ന്. അങ്ങനെയല്ല, ഓരോരുത്തരും അവരവരുടെ ഹൃദയത്തെ വൃത്തിയാക്കണം, ശുദ്ധിയാക്കണം. അതിനുള്ള ഏതെങ്കിലും ഒരു വഴി സ്വീകരിക്കണം. ഇതാണ് നിർബന്ധമായിട്ടുള്ള കാര്യം. അസ്സലാമലൈക്കും. ശബ്ദം ഓക്കെ ഉസ്താദെ, ഞാൻ തൗഹീദിനെ കുറിച്ചല്ല ഞാൻ ചോദിക്കുന്നത്. നമ്മൾ ഈ റൂഹും ജീവനും ഒന്നാണോ അതോ രണ്ടാണോ അന്ന് അറിയാൻ താല്പര്യം ഉണ്ടായിരുന്നു. ഓക്കെ, അസ്സലാമലൈക്കും.
റൂഹും ജീവനും ഒന്നാണോ രണ്ടാണോ എനിക്കറിയില്ല. ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു ഹഖീഖത്തു റൂഹിനെ വിശദീകരിച്ചുകൊണ്ട് ആ രൂപത്തിലാണ് പറഞ്ഞത്. എന്താണ് റൂഹ്? ഒരു കാര്യം ഉറപ്പാ, ജസദും റൂഹും തമ്മിൽ മുഫാറക്കത്തുണ്ടാകുമ്പോൾ മൗത്ത് സംഭവിക്കുന്നു. ജസദും റൂഹും തമ്മിൽ മുഫാറക്കത്തുണ്ടായാൽ മൗത്ത് സംഭവിക്കുന്നു. ഇങ്ങനെ മാത്രമേ പറയാൻ സാധിക്കൂ. അതിലപ്പുറം റൂഹിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല. ഖുലിർ റൂഹു മിൻ അംരി റബ്ബി, അതിന്റെ ഹഖീഖത്ത്, അതിന്റെ യഥാർത്ഥം അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പല മുഫസ്സിരീങ്ങളും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഉസ്താദ്, ഇപ്പോ ഈ ഷെയ്ഖില്ലാത്തവന്റെ ഷെയ്ഖ് ചെറുത്താനാന്ന് പറഞ്ഞല്ലോ. ഈ അവാരിഫ് മാരിഫ് പറഞ്ഞൊരു കിതാബുണ്ടല്ലോ, മറ്റേ സൂറവർദ്ധല്ലേ, അതിലൊക്കെ പറയട്ടെ, ഒറ്റയ്ക്ക് ഒരാള് ഇങ്ങനെ ആത്മീയതയിലേക്ക് നീങ്ങുമ്പോ അവനെ ഷെയ്ഖില്ലെങ്കിൽ അവന്റെ ഷെയ്ഖ് ചെറുത്താനാവും. അപ്പൊ തെറ്റിദ്ധരിക്കും. അപ്പൊ മുറബിയായ ഷെയ്ഖിനെ അവിടെ സ്വീകരിക്കൽ നിർബന്ധമായിട്ടൊക്കെ പറയണ്ടല്ലോ. ഒറ്റക്കൊരാൾ ഇബാദത്ത് ചെയ്യുമ്പോഴും ഇരട്ടയ്ക്ക് ഇബാദത്ത് ചെയ്യുമ്പോഴും കൂട്ടായിട്ട് ഇബാദത്ത് ചെയ്യുമ്പോഴൊക്കെ പിശാച് വരാൻ സാധ്യതയുണ്ട്. പിശാച് വഴിപേപ്പിക്കാനും സാധ്യതയുണ്ട്. പിശാച് വഴിപേപ്പിക്കൽ ഒറ്റയ്ക്കിരിക്കുമ്പോ മാത്രം എന്നൊന്നുമില്ല. ഒറ്റക്കാണെങ്കിലും വരും, ഇരട്ടക്കാണെങ്കിലും വരും, കൂട്ടായിട്ടാണെങ്കിലും വരും. അവിടെയാണ് ഇൽമാണ് അവിടെയെല്ലാം തന്നെ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യം. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം. ഒരു തലയും വാലില്ല, ഒരു വിവരമില്ലാത്ത ആലുവ ശൈഖിനെ പോലുള്ള തനി ശൈത്താവന്മാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരൊക്കെ തയ്ച്ചു പോകും. തന്റെ മഹാനായ മുഹിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് ഇബ്ലീസ് പറഞ്ഞപ്പോ ഇബ്ലീസിനെ ഒറ്റ തട്ടുകൊടുത്ത് ബഹുമാനപ്പെട്ടവർ ആട്ടിപ്പായിപ്പിച്ച കഥ അറിയാലോ. ഇതേപോലെ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഹറാമും കറാഹത്തും സുന്നത്തും വാജിബും തിരിച്ചറിയാനുള്ള ഇൽമു വേണം. ഇൽമുണ്ട് കൊണ്ട് പിശാചിന്റെ കുതന്ത്രങ്ങളിൽ രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷേ ചിലപ്പോ ശഹവാത്തുകൾക്ക് ഒലബത്ത് സംഭവിച്ചുകൊണ്ട് അവിടെയും അബദ്ധങ്ങൾ വരാം. ചുരുക്കത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാക്കലാണ് ആവശ്യം. ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധിയാക്കാൻ ധാരാളം വഴികളുണ്ട്. ആ വഴികളിൽപ്പെട്ട ഒരു വഴിയാണ് നിബന്ധനയൊത്ത മുറബ്ബിയായ ഹക്കായ ഒരു ശൈഖിനെ സ്വീകരിക്കുക എന്നുള്ളത്. അത് മാത്രമേ മാർഗമുള്ളൂ, അത് മാത്രമേ വഴിയുള്ളൂ എന്നെവിടെയും പറഞ്ഞിട്ടില്ല. തന്റെ ഖൽബിനെ ശുദ്ധീകരിക്കണം. ഖൽബിനെ ശുദ്ധീകരിക്കുവാൻ ശർഅ് പറഞ്ഞിട്ടുള്ള വഴികളിൽ ഏത് വഴിയും ആവാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ? നമ്മളെ ഉദ്യോഗസ്ഥ കേൾക്കാൻ സാധിച്ചു. ആരും ഇന്നവർ സ്വർഗത്തിലാണ് എന്നൊന്നും പറയാൻ നമുക്ക് അവകാശപ്പെടാൻ കാര്യം ഒരു നിലക്കും പാടില്ല. കാരണം ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അശറത്തുൽ മുബശ്ശിരീൻ 10 സഹാബികൾ പേരെടുത്ത് പറഞ്ഞു, ഇന്നവർ അലി ഫിൽ ജന്ന, അബൂബക്കർ ഫിൽ ജന്ന, ഉസ്മാൻ ഫിൽ ജന്ന, അങ്ങനെ 10 പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അവരല്ലാതെ മറ്റുള്ളവരാരും സ്വർഗത്തിൽ ഉണ്ടെന്ന് പറയാൻ ഒരു നിർവാഹമില്ല എന്ന് ഉദയം കേൾക്കാൻ സാധിച്ചു. എന്നാൽ മൊയ്തീൻമാല് പറഞ്ഞു, എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ തക്കുമാലക്ക് പറഞ്ഞവർ. അങ്ങനെ പറഞ്ഞത് ഏത് മലക്കാണ് പറഞ്ഞത്, എപ്പോ ഏത് കാലഘട്ടത്തിലാണ് പറഞ്ഞത്, അവരൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൊയ്തീമാല അറിയിട്ടൊരു മാല പരിചയമില്ല. അതുകൊണ്ട് ഏതാണ് ആ മാല എന്നുള്ളതൊന്ന് ശരിക്കും പറയണം. മൊയ്തീമാല എന്നുള്ളൊരു മാലേ അത് പരിചയമില്ലാത്തൊരു മാലയാണ്. അതുകൊണ്ട് ഏതാണ് ആ മാല എന്നുള്ളതെന്ന് ശരിക്കും പറയും. അതിനുശേഷം നമുക്ക് ബാക്കി പറയാം. മൊയ്തീമാല, കോഴിക്കോട് ഒരു മൊയ്തീൻ പള്ളി അറിഞ്ഞൊരു പള്ളി കേട്ടിട്ടുണ്ട്. മൊയ്തീൻ പള്ളി അറിഞ്ഞിട്ടൊരു പള്ളി കോഴിക്കോട് കേട്ടിട്ടുണ്ട്. ഈ മൊയ്തീമാല എന്നുള്ള മാല കേട്ട് പരിചയമില്ല.
അതുകൊണ്ട് സഹോദരൻ ഏതാണ് ആ മാല എന്നുള്ളത് ക്ലിയറാക്കിയും അതിനുശേഷം ബാക്കി നമുക്ക് പറയാം. മൊഹീദ് ഷെയ്ഖിന്റെ പേര് മൊഹീദ് ഷെയ്ഖിന്റെ പേരിലുള്ള മൊഹീദ് ഷെയ്ഖിന്റെ മാലയാണെന്നുള്ളത് എനിക്ക് അഭിപ്രായമല്ല. മൊഹീദ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹിയുടെ പേരിൽ ഏത് തെരീക്കത്തുകാരൻ കാതിയറിയാൻ പാറ്റ ബഹജ കിതാബ് എന്ന അവർഷെന്ന് ഉപയോഗിക്കുന്നുണ്ട് അണ്ണാച്ചിപ്പോട്ടം എഴുതുന്നൊക്കെ കൂടി വാരിക്കൂട്ടി എഴുതിയുണ്ടാക്കിയെന്നുള്ളത് അറിയാൻ തോന്നുന്നു. അങ്ങനെയുള്ളൊരു മൊയ്തീമാലയിൽ നിന്നാണ് ഞാൻ ഒരു സുന്നി വിഭാഗത്തിന്റെ യൂട്യൂബിൽ നിന്ന് അവരെ മലബാർ എപ്പിക്കാരെ റൂമുകാരെ ഉണ്ടാക്കി യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് ഒരു മൊയ്തീമാല. അതിൽ നിന്ന് നോട്ട് ചെയ്താണ്. അതിൽ എന്നെ പീഡിച്ചവർ ഒന്നും പേടിക്കണ്ട, എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവൽ ഏകലുള്ള. അപ്പൊ മോദിശേഖിനെ പിന്തുടരുന്നവർ ഒന്നും പേടിക്കണ്ട. ഹലോ സഹോദര, ആദ്യം നല്ലപോലെ പറയാനെങ്കിലും പഠിക്കണം. നല്ലപോലെ പറയും. മൊയ്തീൻ ഷെയ്ഖ് ഷെയ്ഖില്ല. നിങ്ങൾ അണ്ണാച്ചി പറഞ്ഞു. ഈ അണ്ണാച്ചി ഭാഷ പറയല്ലേ, എ.ടി. കരീം 555. നിങ്ങൾ ഈ അണ്ണാച്ചി ഭാഷ സംസാരിക്കില്ലേ. മൊയ്തീൻ ഷെയ്ഖ് ഷെയ്ഖില്ല. അത് നല്ലപോലെ പറയും. അതും കൂടി അറിയാതെ നിങ്ങൾ നിൽക്കുന്നത്. മൊയ്തീൻ ഷെയ്ഖ് ഏത് ഷെയ്ഖാണത്? മൊയ്തീൻ ഷെയ്ഖ് നല്ലപോലെ പറയും സഹോദര. അല്ലെങ്കിൽ നല്ലപോലെ പറയാൻ കഴിയില്ലെങ്കിൽ ആ ഭാഗം ഉണ്ടണ്ട. ഉസ്താദ്, എനിക്ക് ആ പേര് നല്ലപോലെ പറയാൻ കഴിയൂല, നല്ലപോലെ പറയാൻ സാധിക്കൂല എനിക്ക്, അതുകൊണ്ട് ഞാൻ ആ പേര് പറഞ്ഞില്ല, ബാക്കിയുള്ള ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. ഇങ്ങനെ ഈ മൊയ്തീൻ ഷെയ്ഖ് അറിയല്ലേ, അത് നമ്മുടെ നാട്ടിലെ പിന്നെ ഹരിജനങ്ങളും അതേപോലെ ഈ പിന്നെ മറ്റുള്ളവരൊക്കെ പറഞ്ഞ വാക്കാ ഈ മൊയ്തീൻ ഷെയ്ഖ് എന്നുള്ളത്. നിങ്ങൾ പറയൽ നിർബന്ധമല്ല, പറയാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഉസ്താദൊക്കെ ആ പേര് നല്ലപോലെ പറയാൻ കഴിയില്ല. കാരണം ആ പേര് നല്ലപോലെ പറയാനുമാണ് ഒരു ഭാഗ്യം. ആ പേര് നല്ലപോലെ പറയാനുമാണ് ഒരു ഭാഗ്യം. ഞാൻ നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ മൈക്കെടുക്കുകയാണെങ്കിൽ ആ പേര് നല്ലപോലെ പറയണം. നല്ലപോലെ പേര് പറയാൻ കഴിയില്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഉസ്താദെ, ആ പേര് എനിക്ക് നല്ലപോലെ പറയാൻ കഴിയില്ല, അതുകൊണ്ട് ബാക്കി കാര്യം ഞാൻ പറയാം, ആ പേരിന്റെ അവിടെ നിങ്ങൾ കൂട്ടി കൊടുത്താൽ മതി എന്ന് പറഞ്ഞോ. എന്നിട്ട് ബാക്കി പറഞ്ഞോ. പേര് നല്ലപോലെ പറയും. നമുക്ക് മൊഹീദ്ദീൻ ഷെയ്ഖ് എന്നുള്ള പേരിലല്ലല്ലോ നമുക്ക് പ്രശ്നം. നമ്മൾ ആ വരി മൊഹീദ്ദീൻമാല എന്നുള്ള മാലിയിൽ ഇപ്പൊ നമ്മൾ ഞാൻ മലപ്പുറത്ത് തന്നെയാണ്. ഞാൻ മലപ്പുറത്ത് ഇപ്പൊ കുറെ ക്ലിയറായി. അപ്പൊ നല്ലപോലെ പറയാൻ കിട്ടാത്തോണ്ടല്ല, നല്ലപോലെ പറയാൻ കഴിയാത്തോണ്ടല്ല. മനസ്സിലായില്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ് ഇപ്പൊ എത്ര വൃത്തിയിലാ പറഞ്ഞത്. അപ്പൊ നല്ലപോലെ പറയാൻ കഴിയാത്തോണ്ടല്ല. ഇതൊരു അഭിനയ, അതല്ലെങ്കിൽ ഒരു ദുർവാശിയാണ്. സഹോദര, ഈ അഭിനയവും ദുർവാശൊന്നും പറ്റൂല. അറിഞ്ഞ കാര്യങ്ങൾ നല്ലപോലെ പറയണം. ഇത് നേരത്തെ തന്നെ പറഞ്ഞാൽ മതി. നിങ്ങൾ ഈ മൊയ്തീൻ ഷെയ്ഖ് മൊയ്തീമാല എന്നൊക്കെ പറയാൻ വലിയ കേൾക്കുമ്പോ തന്നെ ഇടങ്ങാറല്ലേ. ഇപ്പൊ നിങ്ങൾ നല്ലപോലെ പറയാൻ കഴിയുന്ന ആളാണെന്നുള്ള ഇപ്പൊ നിങ്ങൾ തന്നെ തെളിയിച്ചില്ലേ. അതുകൊണ്ട് വൃത്തിയിൽ പറയാ, നല്ലപോലെ പറയാ, അതാണ് ഏറ്റവും നല്ല രൂപങ്ങൾ. ഇനി പറഞ്ഞോളി. അപ്പോൾ മൊഹീദ്ദീൻമാലിലുള്ള വരിയും ഞാൻ നോട്ട് ചെയ്താണ്. എന്റെ മുരീദുകൾ നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞവർ, അതുപോലെ തന്നെ എന്നെ പീഡിച്ചവർ ഒന്നും പേടിക്കണ്ട, എന്നെ പീഡിച്ചവർക്ക് ഞാൻ കാവലേക്കുന്ന. അപ്പോ മൊയ്തീൻ ഷെയ്ഖിനെ പിടിച്ചവർക്ക് അപ്പോ ഒരു പൊതുവെ ഉസ്താദ് പറഞ്ഞത് ഒരാൾ സ്വർഗത്തിലാണ് എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല, 10 സഹാബത്തിനൊഴികെ എന്ന് പറഞ്ഞതായി ഞാൻ കേട്ടു. അപ്പൊ ഇങ്ങനെ മൊഹീദ്ദീൻമാലിയിലാണെങ്കിൽ ഇങ്ങനെ പറയുന്നു. ഇതിൽ ഏതാണ് ശരി? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മള് ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിനെ പിന്തുടരുന്നാല് ആ തെരീക്കത്ത് പിന്തുടരുകയാണെങ്കിൽ നമുക്കൊന്നും പേടിക്കണ്ട, നമുക്ക് മൊയ്തീൻ ഷെയ്ഖ് കാവലായിട്ടുണ്ടാവുമോ, അത് നമ്മൾ സ്വർഗത്തില് നരകത്തില് തെരീക്കത്ത് തുടർന്ന ആളുകൾ ഇല്ലാന്ന് മൊയ്തീൻ ഷെയ്ഖിനോട് നരകത്തിന് കാക്ക മലക്ക് പറഞ്ഞു. ഇത് എത്രത്തോളം ശരിയാണ്? ഇത് വിശ്വസിക്കണോ വേണ്ടയോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദര, അശറത്തുൽ മുബശ്ശിരീങ്ങളാകുന്ന 10 സഹാബിമാർ റളിയല്ലാഹു അൻഹും അവർ മാത്രമാണ് സ്വർഗത്തിൽ. ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നാലിന്റെ വ്യക്തി സ്വർഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റൂല. അത് നബി തങ്ങൾ പറഞ്ഞിട്ടുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 സഹാബിമാർ റളിയല്ലാഹു അൻഹും അവരെ കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞു. എന്നാൽ മുഹീദ്ദീൻമാലെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ മുരീദുകൾ ആരും
നരകത്തിലില്ല എന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞു അവർ എന്നാ ഹുദവി പറഞ്ഞത്. നിങ്ങൾ പറഞ്ഞതിൽ ഒരുപാട് അബദ്ധങ്ങളുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഹുദവി പറഞ്ഞത് ഇന്ന ആള് സ്വർഗത്തിലാണ്, ഇന്ന ആള് സ്വർഗത്തിലാണ് എന്ന് പറയാൻ പാടില്ല. ആർക്ക്? ഞമ്മക്ക് പറയാൻ പാടില്ല എന്നോ മലക്കുകൾക്ക് പറയാൻ പാടില്ല എന്നോ? എന്താ ഹുദവി പറഞ്ഞത്? ഞമ്മക്ക് പറയാൻ പാടില്ല എന്നാണോ മലക്കുകൾക്ക് പറയാൻ പാടില്ല എന്നാണോ? എന്താ ഹുദവി പറഞ്ഞത്? എന്താ മുഹീദ്ദീൻമാലയിലുള്ളത്? മുഹീദ്ദീൻമാലയിൽ ആര് പറഞ്ഞു നരകത്തിലില്ല എന്ന് ആര് പറഞ്ഞു എന്നാ മുഹീദ്ദീൻമാലയിലുള്ളത്? പ്രിയപ്പെട്ട സഹോദര, ഈ തലിം വാലില്ലാത്തതിന്റെ പേരാണ് വഹാബി. ഈ തലിം വാലില്ലാത്തതിന്റെ പേരാണ് വഹാബി. ഇപ്പൊ നേരത്തെ നിങ്ങളെ കാണിച്ച് മൊയ്തീൻ ഷേക്ക് മൊയ്തീൻമാല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു നോക്കുമ്പോൾ നല്ലപോലെ പറഞ്ഞു. അപ്പൊ നിങ്ങള് പേര് പറയാൻ അറിയാത്തോണ്ടെന്നല്ല, ഒരു തരം ദുർവാശിയാണല്ലോ. എന്ന പോലെ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി. പറയാൻ പാടില്ല, സ്വർഗത്തിലാണെന്ന് പറയാൻ പാടില്ല. ആർക്ക് പറയാൻ പാടില്ല എന്ന മുഹീദ്ദീൻമാലിൽ ആര് പറഞ്ഞു എന്നുള്ളത് ഇതൊക്കെ മനസ്സിലാക്കണ്ടേ? ഞാൻ മൈക്ക് വിടാ, നിങ്ങൾ മൈക്കെടുത്ത് പറഞ്ഞോളെ. അപ്പൊ ഏത് മലക്കാണ് പറഞ്ഞത്? മലക്കുകളുടെ ശബ്ദം മഹദീൻ ഷേഖ് റഹ്മത്തുള്ളാഹിക്ക് തിരിച്ചറിഞ്ഞോ? അതും ഏത് ഏത് കാലഘട്ടത്തിലും ഏത് ഗ്രന്ഥത്തിലും മൊയ്തീൻ ഷേഖിനെ വല്ല ഗ്രന്ഥങ്ങളിലും അങ്ങനെ പറഞ്ഞതായിട്ടുണ്ടോ? അങ്ങനെ മലക്ക് വന്നിട്ട് മൊയ്തീൻ ഷേഖിനോട് പറഞ്ഞു, മൊയ്തീൻ ഷേഖ് നിങ്ങളെ മുരീദന്മാരായിട്ടും നരകത്തിലില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കാരണം ഇന്ന് അഭിപ്രായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും പറഞ്ഞ ഏതെങ്കിലും ശരീഅത്ത് പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അലിയെ പിന്തുടർന്നോളൂ, അല്ലെങ്കിൽ ഉസ്മാനെ പിന്തുടർന്നോളൂ എന്നാൽ നിങ്ങൾ സ്വർഗത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഇനി അള്ളാഹു നബിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് കൽപ്പിച്ചു, ആ കൽപ്പന പ്രകാരം അള്ളാഹു കൽപ്പിച്ചതുപോലെ ജീവിതത്തിൽ പകർത്തി അതനുസരിച്ച് ജീവിച്ച് മരിക്കുന്നവരല്ല സ്വർഗം കിട്ടുകയുള്ളൂ. അങ്ങനെ ഏതെങ്കിലും ഒരാൾ ബൈഅത്ത് ചെയ്യുമ്പോഴേക്കും സ്വർഗം കിട്ടുമോ? അതുപോലെ തന്നെ മൊയ്തീൻമാൽ വേറെ എന്താ വെച്ചാൽ നിറവേറും നിശാത്തോളുതോരു ഒതുവാല് 40 പതിറ്റാണ്ട് സുബഹി തോളുതോവർ. അത് 40 വർഷത്തോളം മൊഹീദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി നമുക്കത് ഞാൻ ഡോട്ടിടാൻ കാരണം ഓരോന്നോരോന്ന് തീരട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ഇപ്പൊ നിങ്ങൾ മാല മുഴുവൻ പാടുക നമുക്ക് സമയം ഉണ്ടാവൂല. നമുക്ക് ഓരോന്നോരോന്ന് പറയാം നമുക്ക്. പിന്നെ അപ്പൊ സംഗതി ഏറെക്കുറെയൊക്കെ ക്ലിയറായി വരുന്നുണ്ട്. പിന്നെ നരകത്തില് ഇല്ല, സ്വർഗത്തിലാണ് എന്ന് മലക്കിന് പറയാം, അല്ലേ? അത് ശരിയായോ? എന്നാ പിന്നെ ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഏത് മലക്കാ പറഞ്ഞത്, എന്നാ പറഞ്ഞതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അല്ല, അത് നിങ്ങൾ അംഗീകരിച്ചോ? അത് ആദ്യം ആ വിഷയം ഒന്ന് അറിയണം. സ്വർഗത്തിലാണ് നരകത്തിലല്ല എന്ന് പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞമ്മക്കാ പറയാൻ പാടില്ലാത്തത്, അത് മലക്കുകൾക്ക് പറയാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ ചോദിച്ചത് മനസ്സിലാവണില്ലേ? സ്വർഗത്തിലാണ് നരകത്തിലല്ല എന്നാൽ എന്ന് ഞമ്മക്കാണ് പറയാൻ പാടില്ലാത്തത്, അത് മലക്കുകൾക്ക് പറയാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ആ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നെങ്കിൽ അത് നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. എന്നാ പിന്നെ ഏത് മലക്ക് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നുള്ളതൊക്കെ നമുക്ക് ബാക്കി പറയാം. അതിന് പൊന്നാര ഉസ്താദ് ഈ കോമ മൊഹീദ്ദീൻ പിന്തുടർന്ന മുരീദന്മാരാണ്ട് എത്തണ്ടേ സ്വർഗത്തുകാരൻ നരകത്തേക്ക്? സഹോദരങ്ങൾ, ഈ വഹാബി സ്വഭാവം കാട്ടരുത്. നിങ്ങളെ ഈ വഹാബി സ്വഭാവങ്ങൾ കാട്ടരുത്. ഞാൻ ചോദിച്ചത് സ്വർഗത്തിലാണ് എന്ന് പറയാൻ പാടില്ല. ആര് പറയരുത്? അത് ഞമ്മക്കാണ് പറയാൻ പാടില്ലാത്തത്, ഒരു മലക്കിന് പറയാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ചോദിച്ച് മനസ്സിലായ നിങ്ങൾക്ക്? ഒരു വ്യക്തി അയാൾ നരകത്തിലല്ല സ്വർഗത്തിലാകുന്നു എന്ന് പറയാൻ പാടില്ല. അത് പറയാൻ പാടില്ല എന്ന നിയമം നമുക്കാണ്, മലക്കുകൾക്കല്ല. മലക്കുകൾക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നോ? മലക്കുകൾക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന കാര്യം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ, അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് പറയാം. അല്ല, ഇന്നാലിന്റെ വ്യക്തി സ്വർഗത്തിലാണെന്ന് മലക്കിനും പറയാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറഞ്ഞത്? അത് പറയാം.
അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ഏത് മലക്കാ പറഞ്ഞത് എന്നാ പറഞ്ഞതൊക്കെ പറയാം. ഞാൻ ചോദിച്ചത് ഒന്നുകൂടി വ്യക്തമാക്കി പറയട്ടെ. ഒരു വ്യക്തി സ്വർഗത്തിലാണ് നരകത്തിലല്ല എന്ന് പറയാൻ പാടില്ല. അത് നമുക്കാണ് നിയമം, അതല്ലാതെ മലക്കുകൾക്കല്ല. മലക്കുകൾക്ക് അത് പറയാൻ പറ്റും എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അല്ല മലക്കുകൾക്കും പറയാൻ പാടില്ല എന്നാണോ? അത് ക്ലിയറാക്കി പറയും. അതിനുശേഷം ബാക്കി നമുക്ക് പറയാം. അപ്പൊ ഉസ്താദ് മലക്കുകളുടെ ശബ്ദം മനുഷ്യന് കേൾക്കാനും തിരിച്ചറിയാനുള്ള കഴിവ് മനുഷ്യന് റബ്ബ് കൊടുത്തതായിട്ട് ഒരു തെളിവുമുണ്ടോ? എന്നാൽ പിന്നെ നമുക്ക് പടച്ചറബങ്ങൾ നല്ല ഒറിജിനൽ വഹാബി തന്നെയാണല്ലോ നിങ്ങള്, ഒറിജിനൽ വഹാബി. ഞാൻ ചോദിച്ചത് സഹോദര, ഞാൻ മലയാളത്തിലാ പറഞ്ഞത്. ഒരു മനുഷ്യൻ സ്വർഗത്തിലാണ് നരകത്തിലല്ല എന്ന് പറയാൻ പാടില്ല എന്ന നിയമമുള്ളത് മനുഷ്യർക്കാണ്, നമുക്കാണ്, മലക്കുകൾക്കല്ല. മലക്കുകൾക്ക് അങ്ങനെ പറയാൻ പറ്റും എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോന്നാ ഞാൻ ചോദിക്കണത്. മലക്കുകളുടെ ശബ്ദം കേൾക്കൂല അതൊക്കെ നമുക്ക് പറയാം. ഏത് മലക്കാ പറഞ്ഞത് എന്നാ പറയാം, അതൊക്കെ നമുക്ക് പറയാം. ഞാൻ ചോദിച്ചതാണ്. ഒരു മനുഷ്യൻ സ്വർഗത്തിലാണ് നരകത്തിലല്ല എന്ന് ഒരു വ്യക്തിയെക്കുറിച്ച് പറയാൻ പാടില്ല എന്ന നിയമം അത് മനുഷ്യർക്കുള്ള നിയമമാണ്, മലക്കുകൾക്കുള്ള നിയമമല്ല. മലക്കുകൾക്ക് അങ്ങനെ പറയാവുന്നതാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്നും പറയാം. ബാക്കി കാര്യങ്ങളൊന്നല്ല ഇപ്പൊ സംസാരിക്കേണ്ടത്, അത് ഇതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആദ്യം ഉസ്താദ് മലക്കുകൾക്ക് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയും, മനുഷ്യർക്ക് അവരുടെ മലക്കുകൾ സംസാരം പടച്ചോനെ ഇത് എന്ത് ചിഹ്നത്തിന്റെ കൂടെ കൂടിക്കണത്? മലക്കുകൾക്ക് മനുഷ്യരോട് സംസാരിക്കാൻ കഴിയില്ലെന്നോ? എന്ത് വഹാബി പടച്ചോനെ ഇത്? മലക്കുകൾക്ക് മനുഷ്യരോട് സംസാരിക്കാൻ സാധിക്കൂലെന്നാ? പടച്ച റബ്ബേ, ഇത് വല്ലാത്തൊരു വിവരം തന്നെ. വിവരം ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മലക്കുകൾ വന്നിട്ടല്ലേ സംസാരിച്ചത്? മലക്ക് വന്നിട്ട് സംസാരിച്ച വിവരം, ആ കാഴ്ച, അത് നബി മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബിമാര് കേട്ടതല്ലേ? ഇങ്ങനെ ഇഷ്ടം പോലെ സംഭവങ്ങളില്ലേ? മഹദിയായ മറിയം റളിയല്ലാഹു അൻഹായോട് മലക്കുകൾ സംസാരിച്ചില്ലേ? കേട്ടില്ലേ? കണ്ടില്ലേ? എന്താ റബ്ബേ പറഞ്ഞത്? ഇത്ര വലിയ വിവരമായി ഈ സഹോദരന്? പടച്ച റബ്ബേ, ഈ സഹോദരന്റെ വിവരത്തിന്റെ മുന്നിൽ നമ്മൾ അത്ഭുതപ്പെടുകയാണ്. AT കരീം 555 വല്ലാത്ത വിവരം തന്നെ. വിവരം പടച്ചോനെ, ഈ ജാതി വിവരക്കേറ്റ് ഞങ്ങൾ ഇസ്ലാം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. പടച്ചോൻ കാക്കട്ടെ ഞങ്ങളുടെ വിവരത്തെ തൊട്ട്. അസ്സലാമു അലൈക്കും. ഹബീബ റസൂലുള്ളാഹിയുടെ മുഅ്ജിസത്താണ് ഉസ്താദ്. അത് മുണ്ട്യ പൊറാട്ട പടച്ച റബ്ബേ, വല്ലാത്തൊരു പടച്ചോനെ അള്ളാഹു ഈ ജാതി കൗമിനിടയിലാ പടച്ചോനെ നമ്മളൊക്കെ ജീവിക്കണത്. അള്ളാഹു ഈ ജാതി വലിയ വലിയ ആലിമ്യങ്ങൾക്കിടയിലാ റബ്ബേ നമ്മളൊക്കെ ജീവിക്കണത്. മലക്കിന്റെ ശബ്ദേ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു എന്നുള്ളത് മോചത്താണ്. അള്ളാഹുവേ വല്ലാത്ത എന്താ ഇതിനൊക്കെ പറയാ? പടച്ചോനെ നിങ്ങളൊക്കെ കാണുമ്പോൾ 1000 വട്ടം ശുക്രന്റെ സുജൂദ് ചെയ്യണം. കാരണം ഈ ജാതി വഹാബിസത്തിന് പടച്ചോൻ നമ്മളെ കാത്തല്ലോ. ഈ ജാതി വഹാബിസത്തിന് പടച്ചോൻ കാത്തല്ലോ. മലക്കിന്റെ ശബ്ദം റസൂല് കേട്ടത് മുഅ്ജിസത്താണ്. ഉമർ റളിയല്ലാഹു കേട്ടത് മുഅ്ജിസത്താ? ഉമർ റളിയല്ലാഹു കേട്ടത് മുഅ്ജിസത്താ? സഹാബിമാര് കേട്ടത് മുഅ്ജിസത്താ? മറിയം ബീവി കേട്ടത് മുഅ്ജിസത്താ? അല്ല കഥ റബ്ബേ, വല്ലാത്തൊരു കഥ. സഹോദര, ഇനി മൈക്കെടുത്ത് പറയുമ്പോ ഈ ജാതി പൊട്ടത്തരം പറയല്ലേ. എന്തിനാ അന്തള്ള വർത്താനുണ്ടെങ്കിൽ അതെങ്ങനെ പറയും? മലക്കിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളത് മുഅ്ജിസത്താന്നൊക്കെ പറഞ്ഞ അതൊക്കെ വല്ലാത്ത വിവരമാണ്. അതൊക്കെ ഈ ജാതി വലിയ വിവരമൊന്നും വളമ്പരുത്. മനുഷ്യന്മാര് കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ശബ്ദം, മനുഷ്യന്മാര് കേൾക്കുന്നുണ്ട്.
അപ്പോ ഏറ്റവും ചുരുങ്ങിയത് ആൾക്കാരൊന്നും മനസ്സിലാക്കൂലേ, പറച്ചോനെ ഈ AT കരീം ഇത്ര മോശമുള്ള ആളാണെന്ന് ആൾക്കാർ മനസ്സിലാക്കൂലേ? അപ്പൊ ആ ജാതി ഒന്നും പറയണ്ടേ? നമുക്കൊരു മാന്യത അന്തസ്സൊക്കെ ഉണ്ടല്ലോ, അത് നമ്മളെ തന്നെ കളയാൻ പാടില്ലല്ലോ. അപ്പോ നമ്മളെ വിവരവും നമ്മളെ അന്തൊക്കെ മറ്റുള്ളവർ അളന്ന് തൂക്കി കണക്കാക്കുന്ന രീതിയിലുള്ള വർത്താനങ്ങളൊന്നും പറയരുത് സഹോദര. കുറച്ചൊക്കെ അന്തള്ള പിടിപാടുള്ള വിവരമുള്ള വർത്താനം പറയും. ആയിക്കോട്ടെ, നിങ്ങൾക്ക് വേണ്ടി മൈക്ക് ഒഴിവാക്കുന്നു. ആ AT കരീമിന് മൈക്ക് എടുക്കട്ടെ. AT കരീം അദ്ദേഹം AT കരീം പോയാ? ഇല്ലല്ല. അദ്ദേഹം മൈക്ക് എടുക്കട്ടെ. അപ്പൊ ഉസ്താദ് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോൾ സഹാബത്തിന് മുഴുവൻ കാണാമായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി നൽകുമ്പോൾ അത് സഹാബത്ത് മുഴുവൻ കേട്ടിരുന്നു എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്. അത് ഭയങ്കര യാതൊരു കേൾക്കുന്ന വിവരമാണെന്നല്ലേ. അതിബാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ആയിഷ ബീവിക്ക് അറിയാൻ കഴിയുന്നില്ല. ആ നെറ്റിത്തറ സഹോദരൻ, നിങ്ങൾ തൽക്കാലം മൈക്കെടുക്കണ്ട. നിങ്ങൾ കേൾക്കാത്ത കുറെ വിവരങ്ങളുണ്ട് കേട്ടോ. നിങ്ങൾ കേൾക്കാത്ത കുറെ വിവരങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കണതാണ്. അതിനിപ്പോ എന്താ എന്റെ കുറ്റമല്ലല്ലോ, നിങ്ങൾ പഠിച്ചില്ല. അതിപ്പോ നമ്മൾ എന്താ അതിന് ഞങ്ങൾ ക്ലാസ് റൂമിൽ എന്ത് ചെയ്യാനാ? നിങ്ങൾ പഠിച്ചില്ല. ഹബീബ നബി തങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുമ്പോ മറ്റുള്ളവരൊക്കെ കണ്ടിരുന്നു, കേട്ടിരുന്നു. പടച്ചോനെ, ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കണ വിവരാണല്ലോ. സഹോദര, നിങ്ങൾ അങ്ങനെ ആദ്യമായിട്ട് കേൾക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിഞ്ഞില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള സാധു മനുഷ്യന്മാര്, മലയാളം പറഞ്ഞ വിവരമില്ലാത്തവര് ഈ ജാതി അബദ്ധത്തിലൊക്കെ പെട്ടിട്ടുള്ളത്. സഹോദരൻ മനസ്സിലാക്കിക്കോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വരുന്ന സമയത്ത് പല സമയങ്ങളിലും സഹാബിമാർ കണ്ടിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും സഹാബിമാർ കേട്ടിട്ടുണ്ട്. മലക്കുകളെ, മഹാന്മാരായ സഹാബിമാർ പലപ്പോഴും മലക്കിന്റെ ശബ്ദം കേട്ടിട്ടുണ്ട്, മലക്കിനെ കണ്ടിട്ടുണ്ട്. ഇത് ഹദീസിന്റെ കിതാബുകളിൽ ധാരാളമുണ്ട്. ഇതൊന്നും പുതിയ വിവരമൊന്നല്ല. നിങ്ങൾ കേൾക്കുന്നത് പുതിയതാണെന്ന് മാത്രം. ഇത് ഈ ജാതി പൊട്ടത്തരങ്ങൾ പറഞ്ഞിട്ട്, അബദ്ധങ്ങൾ പറഞ്ഞിട്ട് സമയം കളയരുത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് മൈക്കിൽ വന്നോട്ടെ. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു വിവരവുമില്ല, ഒരു ബോധവുമില്ല. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ കേട്ടത് മാത്രമേ വിവരമുള്ളൂ, നിങ്ങൾ കേട്ടത് മാത്രമാണ് വലിയ കാര്യം എന്ന് മനസ്സിലാക്കിയിട്ട് എന്തൊക്കെ വിളിച്ച് പറയാണ്. സഹോദര, സമയം കളയല്ല, മറ്റുള്ളവരുടെ സമയം നഷ്ടപ്പെടുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മനുഷ്യരൂപത്തിൽ വരെ വന്നിട്ട് ചോദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാൺമുട്ടോട് ചേർത്ത് വെച്ചിരുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ സഹാബത്തിന് പോലും മനസ്സിലായിട്ടില്ല ആരാണ് വന്നത് പോയത് എന്നുള്ളത്. ഇത് വന്ന് പോയത് ജിബ്രീൽ അലൈഹി വസല്ലം പോയതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ആ വന്നത് ആരായിരുന്നു നിങ്ങൾക്കറിയുമ്പോൾ സഹാബത്തെ ഇല്ല, വന്നു പോയത് ജിബ്രീൽ അലൈഹി സ്വലാമാണ്, അപ്പോഴാണ് അറിയേണ്ടത്. ഇതൊക്കെ അങ്ങനെ സഹാബത്തെ അറിയുന്നത് റസൂലിനോട് ചോദിക്കാൻ നിൽക്കണം, റസൂലിന് പറയാൻ നിൽക്കണം, റസൂലിനോട് ചോദിക്കാൻ നിൽക്കണം. അപ്പൊ അല്ലെങ്കിലോ ഒരു മലക്കുകളൊക്കെ കേൾക്കുന്ന മരിച്ചു ചെന്ന് കബറിൽ ചെന്ന് കഴിഞ്ഞാൽ മുൻകറിനൊക്കെ ചോദ്യം ചെയ്യുന്നു. അപ്പൊ കുറെ പുരോഗതി ഉണ്ടെന്നിരുന്നാലും സഹോദര, ഏതായാലും നബിസ്വലാസങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് മലക്ക് വന്നു, പിന്നെ നിങ്ങൾ പറഞ്ഞ രൂപത്തിലിരുന്നു. അപ്പൊ ഏതായിരുന്നാലും സഹാബിമാര് കണ്ടു, അത് ശരിയാ, ശബ്ദം കേൾക്കും ചെയ്ത്. ഇനിയിപ്പോ ആകെ എന്താ വിഷയം ഉണ്ടായുള്ളൂ, ആ വന്നത് മലക്കാണെന്ന് തിരിച്ചറിഞ്ഞില്ല. പക്ഷെ കണ്ടത് മലക്കിനായിരുന്നല്ലോ, കേട്ടത് മലക്കിനായിരുന്നല്ലോ. സഹോദരൻ മനസ്സിലായ? കണ്ടത് മലക്കിനായിരുന്നല്ലോ, കേട്ടത് മലക്കിനായിരുന്നല്ലോ. ആകെണ്ടായ വിഷയം എന്താ? തിരിച്ചറിഞ്ഞില്ല എന്ന്. നിങ്ങൾ ആദ്യം പറഞ്ഞു എന്തായിരുന്നു? മലക്കിനെ കാണൂല, മലക്കിനെ കേൾക്കൂല. അത് തിരുത്തിയില്ലപ്പോ അത് ശരിയായില്ലേ? ഇങ്ങനെയൊക്കെ തന്നെ സഹോദര, ഇങ്ങനെയൊക്കെ കുറെ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ കാര്യങ്ങളൊക്കെ കൂടുതൽ മനസ്സിലായിക്കോളും. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, മറ്റുള്ളവരുടെ സമയങ്ങൾ കളയരുത്. ഈ ജാതി പൊട്ടത്തരങ്ങളും അബദ്ധങ്ങളും പറഞ്ഞിട്ട് സമയം കളയരുത്. മറ്റുള്ളവർ മൈക്കിലേക്ക് വരട്ടെ. അവരുടെ ചർച്ചകളൊക്കെ കഴിഞ്ഞിട്ട് സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനുവദിക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഉസ്താദ് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്റെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ടതല്ല. പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ ലുഖ്മാൻ അഥവാ എന്ന ഒരു അധ്യായം തന്നെ കാണാം. അതിൽ ഈ ലുഖ്മാനുൽ ഹക്കീം എന്ന് പറയുന്ന ആള് അത് പ്രവാചകനാണോ? എന്താണ് പരിശുദ്ധമായ മുഫസ്സിരീങ്ങൾ അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത് എന്നൊന്ന് മനസ്സിലാക്കി തന്നാൽ നന്നായിരുന്നു. അതാണ് എന്റെ ചോദ്യം. മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകളെ കുറിച്ച് അവര് നബിയാണെന്ന് അഭിപ്രായപ്പെട്ട ധാരാളം മുഫസ്സിരീങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ നബിയല്ല വലിയായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട്. ഏതായിരുന്നാലും ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വലിയ മഹത്വമുള്ളവരാണ്, അളമത്തുള്ളവരാണ്. നുബുവത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടോ അല്ല വിലായത്ത് കൊണ്ട് മാത്രം അനുഗ്രഹിക്കപ്പെട്ടവരോ, ഇതിലാണ് മുഫസ്സിരീങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. രണ്ടു രൂപത്തിലും അഭിപ്രായപ്പെട്ട മുൻഗാമികളുണ്ട്, മുഫസ്സിരീങ്ങളുണ്ട്, മുഹദ്ദിസീങ്ങളുണ്ട്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ. ഉസ്താദ് മറ്റേ യൂസഫ് അലുവ അടുപ്പം കച്ചവടക്കാരൻ ഞാൻ കോട്ടൊക്കെ കൊണ്ടോട്ടി വന്നപ്പോ പറഞ്ഞല്ലോ, ഈ കരാറ് പുതുക്കണം. അതാണ് കരാറ് പുതുക്കാഞ്ഞാൽ സംഭവം ശരിയാവില്ല. അതിനാണ് നമ്മൾ തെൽക്കീൻ ചൊല്ലി കൊടുക്കുന്നത്. അത് അപ്പളേ നിങ്ങൾക്ക് അറിയുള്ളൂ പറഞ്ഞു. ഈ തെൽക്കീൻ ചൊല്ലി കൊടുക്കല് കരാറ് പുതുക്കലോ? അത് ഈ കരാറ് പുതുക്കല് എന്ന് പറഞ്ഞു അങ്ങനെ സംഭവം ഉണ്ടോ? കരാറ് പുതുക്കുക എന്നുള്ളത് മൂപ്പരിക്ക് മാത്രമേ അറിയുള്ളൂ എന്നാ മൂപ്പര് വിട്ടത്. മൂപ്പര് പറഞ്ഞത് കരാറ് പുതുക്കുക എന്നുള്ളത് ആർക്കും അറിയില്ല, മടവൂരിനറിയില്ല, വടകര മൂപ്പർക്ക് അറിയില്ല, കക്കടിപ്പുറത്തിന് അറിയില്ല, പിന്നെ എനിക്ക് മാത്രമേ അറിയുള്ളൂ. അത് മൂപ്പർക്ക് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ് മൂപ്പര് വലിയ വമ്പ് പറഞ്ഞത്. അത് പണ്ടൊരു നമ്മൾ കുട്ടികളൊരു കഥ പറച്ചിലുണ്ടല്ലോ. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് പിന്നെ മറ്റേ കുതിരവട്ടത്തേക്ക് രോഗികളെ കാണാൻ വേണ്ടിയിട്ട് നെഹ്റു പോയി. നെഹ്റു ചെന്നിട്ട് നെഹ്റു പറഞ്ഞിട്ട് ഞാനാണ് ഇന്ത്യന്റെ പ്രധാനമന്ത്രി. അപ്പൊ കുറച്ചൊക്കെ സുഖമുള്ള ഒരു വിരാന്തം പറഞ്ഞിട്ട് ഞങ്ങൾ വന്നപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു, ഇവിടെ കുറച്ച് ദിവസം നിന്നാ മതി, പിന്നീട് ശരിയായിക്കോളും. ഇതേ മർത്തബേല മൂപ്പരുള്ളത്, നമ്മുടെ യൂസുഫാക്കി ഉള്ളത് ഇതേ മർത്തബേല. ഞാനാ കുത്തുബുസമാൻ എന്നാ. ഞാൻ അങ്ങനെ ആലോചിക്കുക, അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ ഞാൻ കേട്ട് പടച്ചോനെ ഇയാളൊക്കെ കുത്തുബുസമാനാണെന്ന് പറയുമ്പോ ഒരു കലാമ് തെറ്റുകൂടാതെ വായിക്കാൻ കിട്ടാത്ത, ഒരു ഫെയിലും വായിലും ഒപ്പിച്ച് അർത്ഥം വെക്കാൻ കഴിയാത്ത ഇയാളൊക്കെ കുത്തുബുസമാൻ എന്ന് പറയുമ്പോ നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഞാൻ എന്താ പറയാ? നമ്മുടെ ഉസ്താദന്മാരെ നുബുവത്ത് വായിച്ചാലും പോരല്ലോ. ഇയാള് കുത്തുബുസമാനാവുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഉസ്താദന്മാരെ നുബുവത്ത് വായിച്ചാലും പോരാ, അതിലപ്പുറമുള്ള എന്തിനൊക്കെ പറയണം. വല്ലാത്ത കോലം പടച്ചോനെ. അപ്പൊ ഇയാൾ പറഞ്ഞതേ കരാറ് പുതുക്കുക എന്നുള്ളത് മടവൂരിനറിയില്ല, കക്കടിപ്പുറത്തിനും അറിയില്ല, പിന്നെ വടകര മൂപ്പർക്കും അറിയില്ല, പിന്നെ മൂപ്പർക്ക് ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോ അതൊക്കെ തനി തോന്നിയാസങ്ങൾ പറയാം. മഹാന്മാരായ മശായിഖുമാരെ കലിമത്തു തൗഹീദിൽ ബൈഅത്ത് ചെയ്യുക എന്നുള്ളതുണ്ട്, അത് ശരിയാണ്. പക്ഷെ ഇയാള് പറഞ്ഞ ഈ തരത്തിലുള്ള ഈ വിടുവായുത്തങ്ങളുണ്ടല്ലോ, മാണ്ടത്തരങ്ങൾ, പോട്ടത്തരങ്ങൾ, അതിനൊന്നും മറുപടിയില്ല. ഇതേ സ്വഭാവം തന്നെയായിരുന്നു പഞ്ചാബില് അഹമ്മദ് ഖാദിയാനി വന്നപ്പോഴും ഇതേ സ്വഭാവമൊക്കെ തന്നെയായിരുന്നു. അഹമ്മദ് ഖാദിയാനി വന്നപ്പോ ആദ്യം തന്നെ അയാൾ നബിയാണെന്നും പറഞ്ഞു വന്നിട്ടില്ല. അഹമ്മദ് ഖാദിയാനി ആദ്യം മുജദ്ദിദാണെന്നാ അഭിപ്രായപ്പെട്ടത്. മുജദ്ദിദാണ് അഭിപ്രായപ്പെട്ട്, പിന്നെ വലിയാണെന്ന് അഭിപ്രായപ്പെട്ട്, പിന്നെ ഇങ്ങനെ ആളിങ്ങനെ കൂടെ ഇയാൾക്ക് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ ഒരു രസം, കുറച്ച് ആൾക്കാർ താങ്ങാനുണ്ട്. അപ്പൊ ഇയാളാണ് പറഞ്ഞു നോക്കി, ഇന്നിപ്പോ ഇവിടെ നിൽക്കണ്ട, ഞമ്മക്ക് നബി ആയിക്കോ, നബി എന്ന് തന്നെയാണ് പറഞ്ഞാൽ എന്താ. പിന്നെ അവസാനം നുബുവത്ത് വായിച്ചു. എന്ന പോലെ
ഇയാളിഞ്ഞിട്ട് ഒടുക്കൊക്കെ എത്താന്നും പറയാൻ പറ്റില്ല. ആദ്യം വലിയായി, പിന്നെ ഷെയ്ഖായി, പിന്നെ തെരീക്കത്തുണ്ടാക്കി, ഇപ്പൊ കുത്തുബുസമാൻ നയിക്കണം. എന്നാ ആയിക്കോട്ടെ, ആ ഭ്രാന്തായിട്ട് അങ്ങനെ നടന്നോട്ടെ എന്ന് വെക്കല്ല. ബഹുമാനപ്പെട്ട മടവൂർ പാപ്പാനെ കുറിച്ചാ പറഞ്ഞതേ. മടവൂർ പാപ്പക്ക് അറിയില്ല, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറത്തിന് അറിയില്ല, ബഹുമാനപ്പെട്ട കക്കിടിപ്പുറത്തിന് അറിയില്ല, പിന്നെ മടവൂർ പാപ്പാക്കും അറിയില്ല, വടകര പാപ്പാക്കും അറിയില്ല, പിന്നെ ഇയാൾക്ക് മാത്രമേ അറിയുള്ളൂ. ഇതൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മുനാഫിക്കായിട്ട് മരിക്കേണ്ടി വരും. ഇവരെ ഇതൊന്നും അറിയാതെ, ഈ മഹാന്മാരൊക്കെ ഇതൊന്നും അറിയാതെ മുനാഫിക്കായിട്ട് മരിച്ചവരാണ്. എന്താ പഠിച്ചോനെ ഇതിനൊക്കെ വല്ല മറുപടി ഉണ്ടാ? വല്ലാത്ത അത്ഭുതം. പടച്ചറബ്ബേ, ഈ ജാതി വിടുവായത്വങ്ങളും പൊട്ടത്തരങ്ങളൊക്കെ നേരിൽ കാണാനുള്ള ഒരു ദുർഗതി, അല്ലെങ്കിൽ നേരിൽ കേൾക്കാനുള്ള ഒരു ദുർഗതി ഉണ്ടായല്ലോ. പടച്ചോൻ കാക്കട്ടെ എല്ലാരും. ഇവിടെ ഫവാസ് ഫൈസി ഉസ്താദ് അവിടെ ഇല്ലേ? കുറെ സമയം ഉസ്താദ് കൈപൊക്കി നിൽക്കുന്നുണ്ട്, കാണുന്നില്ലല്ലോ, മൈക്കെടുക്കുന്നത് കാണുന്നില്ല. ഈസിയായോ? എന്റെ ശബ്ദം ക്ലിയർ അല്ലേ? ഫവാസ് ഫൈസി ഉസ്താദ് അവിടെ ഇല്ലേ? ഇല്ലാന്നോ അല്ലേ? ഓക്കെ. നമ്മുടെ ഗഫൂറൻ ഉസ്താദ് വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. ക്ഷമിക്കണം, പിന്നെ ഉസ്താദിന്റെ നാട്ടിൽ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ ഇനി ആരും ഹാൻഡ് റൈസ് ചെയ്യരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. ഉസ്താദ് നിർത്താന്ന് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ. ഈ കൈപൊക്കിയ ആളുകൾക്ക് അവസരമുണ്ടോ ഉസ്താദ്? അല്ല, നിർത്താണോ? ഗഫൂറൻ ഉസ്താദ് എങ്ങനെയാണ് ഈ കൈ പൊക്കിയവർ ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ചോട്ടല്ലേ? ഓരോരോ ചോദ്യങ്ങൾ കൈ പൊക്കിയ ആളുകൾ മാത്രം ഓരോരോ ചോദ്യങ്ങൾ. ഇൻഷാല്ലാ അതിനോട് കൂടി ഇൻഷാല്ലാ ഇന്നത്തെ ചർച്ചകൾ നിർത്തുന്നതാണ്. ഇൻഷാല്ലാ ഉസ്താദ് വിഷയത്തിൽ നിന്ന് മാറിക്കൊണ്ടുള്ള ഒരു ചോദ്യമാണ്. പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ചെമ്പരിക്ക ഖാദി ഉസ്താദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഉസ്താദിനെ കൊല ചെയ്യാൻ കൊണ്ടുപോയ കാറ്, വൈറ്റ് അംബാസഡർ കാറ് തമിഴ്നാട്ടിലെ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് ഒരു തങ്ങളാണ് കണക്ക് നോക്കി പറഞ്ഞത്. ആ കണക്ക് നോക്കി പറയാന്ന് പറഞ്ഞത് അങ്ങനെ നമുക്ക് മുസ്ലിങ്ങൾക്ക് നോക്കാൻ പറ്റുമോ? എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്താണ് അറിയാൻ വേണ്ടി ചോദിക്കാണ്. ഇങ്ങനെ കണക്ക് നോക്കിയിട്ട് ഇന്നടത്ത് ഇന്നതുണ്ട്, ഇന്നതൊക്കെ സംഭവിക്കും, ഇന്നടത്ത് പോയ ഇന്ന ചെയ്യോ, അങ്ങനെ കണക്ക് നോക്കിയിട്ട് ഇന്ന സാധനം ഇന്നടത്തുണ്ട്. അതൊരു ഈ പിന്നെ കൈനോട്ടം പോലെയൊക്കെയാണോ? എന്താണ് അതിന്റെ ആ കണക്ക് നോക്കൽ എന്ന് പറഞ്ഞാൽ? കാരണം കൃത്യമായി ഇന്ന സ്ഥലത്ത് ചെമ്പരിക്ക ഖാദി ഉസ്താദിനെ കൊല ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ ഉപയോഗിച്ച കാർ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് വളരെ വ്യക്തമായിട്ട് ആ തങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പൊ അത് ഇസ്ലാമിക അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണോ? അത് നമുക്കൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് അങ്ങനെ കണക്ക് നോക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. മൈക്കല്ലേ ചെയ്യും. കണക്ക് നോക്കൽ യഥാർത്ഥത്തില് ഇങ്ങനെ ചില കാര്യങ്ങൾ അറിയാൻ ചില വഴികൾ നമ്മുടെ മഹാന്മാരായ മുൻഗാമികളൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുകയും അംഗീകരിക്കപ്പെടുന്ന ആളുകളൊക്കെ അത് ഈ രീതി പലപ്പോഴും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മളിതിനെ സ്വീകരിക്കുന്നത് കേവലം ധാരണകൾ എന്ന അടിസ്ഥാനത്തിലാണ്. ഒരിക്കലും ഇൽമ്, യഖീൻ, ഉറപ്പ് ഈ രീതിയിൽ നമ്മൾ ഒരിക്കലും ഇതിനെ സ്വീകരിക്കുന്നില്ല. അങ്ങനെ സ്വീകരിക്കാനും പാടില്ല. ചില ലക്ഷണങ്ങൾ പറയുന്നു മാത്രം. ചില അനുമാനങ്ങൾ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ള അനുമാനങ്ങൾ എന്ന രീതിയിൽ മാത്രമേ ഇതിനെ സ്വീകരിക്കാൻ പറ്റൂ. കണക്ക് നോക്കലും അതുപോലെയുള്ള മറ്റു മാർഗങ്ങളും ശരീഅത്ത് വിരുദ്ധമല്ലാത്ത മറ്റ് പല വഴികളും നമ്മുടെ പല കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പല മുൻഗാമികളും ആ രീതിയിലൊക്കെ ചെയ്തിട്ടുമുണ്ട്. അത് ഈ അർത്ഥത്തിൽ മാത്രമാണ്, അതല്ലാതെ തസ്ദീഖ് അതല്ലെങ്കിൽ യഖീൻ, ഇൽമ് എന്ന അർത്ഥത്തിലല്ല. കേവലം ചില ധാരണകൾ, അനുമാനങ്ങൾ, ലക്ഷണങ്ങൾ പറയുന്നു എന്ന് മാത്രം. ആ രീതിയിൽ സ്വീകരിക്കാം.
അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഉസ്താദ്, എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. അതിലൊന്ന്, ഒരു ചോദ്യത്തിന് ഒറ്റ വാക്കിൽ മറുപടി തന്നാൽ മതി. രണ്ടാമത്തതിന് കുറച്ച് വിശദീകരിച്ച് തന്നെ മറുപടി തരും എന്ന വിഷയങ്ങൾ വിശ്വാസ സംബന്ധമായ ചോദ്യമല്ല. നമ്മളിപ്പോ ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പൊ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊരു മുജാഹിദുകാരനുണ്ട്. അപ്പൊ എനിക്കൊന്നും തീരെ അറിവില്ലാത്തതും പഠിപ്പില്ലാത്തതുള്ള ആളാണ്. അപ്പൊ സാധാരണക്കാരായ ആളുകൾ അവര് ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് മറുപടി അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളിലൂടെ അങ്ങനെ ഒരു ചർച്ച രൂപത്തിൽ അങ്ങനെ നടത്തുന്നത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ, അത് നമ്മൾ അറിയില്ലാത്തതായതുകൊണ്ട് അതാണ് എന്റെ ഫസ്റ്റ് ചോദ്യം. പിന്നെ അതില് ഇന്ന് അവർ വിട്ടൊരു വീഡിയോ ഉണ്ട്, അവൻ വിട്ടത്. അത് നമ്മുടെ അഫ്സൽ ഖാസ്മി എന്ന് പറഞ്ഞൊരു പ്രഭാഷകൻ, അതിപ്പോ ആള് ഈ പണ്ഡിതനാണെന്നാണ് പറയുന്നത്, ഇതിലാണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അത് കുത്റാത്തീബിനെ സംബന്ധിച്ച്, ഈ കത്തിക്കുത്റാത്തീബിനെ സംബന്ധിച്ച് അത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ ആൾ പ്രസംഗിക്കുന്ന ഒരു വീഡിയോ. അപ്പൊ അതിനൊരു മറുപടി പറയാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് പറയാൻ പാടുണ്ടോ പാടില്ല എന്നുള്ളതും അത് പറഞ്ഞു തരണം. അത് ആ കുത്റാത്തീബിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം ഒന്ന് വിശദീകരിച്ചു തരികയും വേണം. ക്ഷേത്രം പ്രതീക്ഷിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വാട്സപ്പ് ഗ്രൂപ്പിലാണെങ്കിലും മറ്റ് ഏത് രീതിയിലാണെങ്കിലും നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പല നിലക്കും അബദ്ധങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, നമ്മുടെ പ്രതികരണങ്ങളിൽ, നമ്മുടെ നിലപാടുകളിൽ ഒരു പക്ഷേ പരിശുദ്ധ ഇസ്ലാമിന്റെ തത്വങ്ങൾക്ക് എതിരായിക്കൊണ്ട് സംഭവിക്കും. അത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണല്ലോ. മറ്റൊന്ന്, നമുക്ക് അത്ര തന്നെ അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ ആശയപരമായി നമ്മുടെ പ്രതിയോഗികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ ആശയപരമായി നമ്മുടെ അപ്പുറത്തുള്ള ആളുകൾ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് സമർത്ഥിക്കുമ്പോൾ അവരുടെ കള്ളത്തരങ്ങളെ പിടികൂടിക്കൊണ്ട് യഥാർത്ഥ ആശയങ്ങളെ സമർത്ഥിക്കാൻ കഴിവില്ലാത്തവരാണെങ്കിൽ ഒരുപക്ഷെ അവരുടെ ആ വ്യാഖ്യാനങ്ങളും സമർത്ഥനങ്ങളും ശരിയാണോ എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസ വൈകല്യം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വിവരമില്ലാത്ത ചർച്ചകളിലും പരസ്പരം മെസ്സേജ് കൈമാറലുകളിലും പങ്കെടുക്കാതിരിക്കലാണ് എപ്പോഴും നല്ലത്. അബദ്ധങ്ങൾ സംഭവിക്കും. പിന്നെ കുത്തുറാത്തിബിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരു പ്രഭാഷകൻ നമ്മുടെ വിഷയങ്ങൾ ഏതും പ്രഭാഷകൻ എന്തു പറയുന്നു എന്നുള്ളതല്ല. പ്രഭാഷകൻ എന്തോ പറയട്ടെ. നമ്മുടെ ഏത് വിശ്വാസങ്ങളാണെങ്കിലും കർമ്മങ്ങളാണെങ്കിലും നമുക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തെറ്റും ശരിയും തീരുമാനിക്കപ്പെടുന്നത്. ആ അടിസ്ഥാനത്തിൽ കുത്തറാത്തീബ് തീർച്ചയായും വിരോധിക്കപ്പെട്ടതല്ല. അത് മഹാന്മാരായ നമ്മുടെ ഇമാമുമാരൊക്കെ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പല നിലക്കും അതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിമർശിക്കപ്പെടാവുന്ന ഒന്നായിക്കൊണ്ട് കുത്തറാത്തീബിനെ കാണാവുന്നതല്ല. പിന്നെ ഏതോ ഒരു പ്രഭാഷകൻ വന്ന് പറയുന്ന ഈ പ്രഭാഷകർ അഫ്സൽ ഖാസിമി എന്ന് പറയുന്ന പ്രഭാഷകൻ, എനിക്ക് ആ പ്രഭാഷകനെ കുറിച്ച് അറിയില്ല. ഏത് പ്രഭാഷകനാണ്, അദ്ദേഹം ഏത് നിലപാടുകാരനാണെന്ന് എനിക്കറിയില്ല. ശ്രോതാക്കൾക്കാർക്കെങ്കിലും അറിയോ? അഫ്സൽ ഖാസിമി ആരാണെന്ന് അറിയോ? അഫ്സൽ ഖാസിമി ആരാണെന്ന് എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരിചയമല്ല. അഫ്സൽ ഖാസിമി ആരാണെന്ന് അറിയാം. NDF NDF. ഏത് പ്രഭാഷകനാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും ശരി, ചില പ്രഭാഷകന്മാര്, ചില ആളുകള് അവരിങ്ങനെ നിയമങ്ങൾ മെനഞ്ഞുണ്ടാക്കും. അത് അങ്ങനല്ലേ ആവേണ്ടത്, ഇങ്ങനല്ലേ ആവേണ്ടത്, അതങ്ങനെ ആവലല്ലേ നല്ലത് എന്നിങ്ങനെ സ്വന്തം ബുദ്ധിക്കനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങൾ മെനഞ്ഞുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലുള്ള ചില ആളുകൾ ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഏത് കാര്യങ്ങളാണെങ്കിലും തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും പ്രഭാഷകന്റെ പ്രഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലല്ല. മഹാന്മാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ
മഹാന്മാരായ ആലിമീങ്ങൾ അവർ വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ മുൻഗാമികൾ അവരുടെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ആശയങ്ങൾ എന്താണ്, നിലപാടുകൾ എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള വഴികൾ. ഇതല്ലാതെ ഏതെങ്കിലും പ്രഭാഷകർ വന്നുകൊണ്ട് എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിന്റെ ഉത്തരവാദിത്തങ്ങളൊന്നും സുന്നി പ്രസ്ഥാനം ഏറ്റെടുക്കുക, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമയോ ജമിയത്തുൽ ഉലമയുടെ കീഴിലുള്ള പോഷക സംഘടനകൾ ഏറ്റെടുക്കുകയോ ചെയ്യുന്ന അതൊന്നുമില്ല. അത് ഏതെങ്കിലും ആളുകൾ വരും. അത് കാലാകാലത്തും സംഭവിച്ചിട്ടുണ്ടല്ലോ. പല ആളുകളും പലയിടത്തും വരും, എന്തെങ്കിലുമൊക്കെ പറയും. അത് ആ സീസൺ കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും. അങ്ങനെ ആ സീസൺ കഴിയുമ്പോൾ അത് അങ്ങോട്ട് പോവുകയും ചെയ്യും. അതല്ലാതെ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണത്തിൽ പറയുന്നതല്ല ദീൻ തീരുമാനം. ദീൻ നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നിൽ ബഹുമാനപ്പെട്ട സമസ്തയുടെ ആലിമീങ്ങൾ പറഞ്ഞു തരുന്നു, മുൻഗാമികളുടെ കിതാബുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ നിലക്ക് കുത്തുറാത്തിബ് എന്നുള്ളത് വിമർശിക്കപ്പെടാവുന്ന ഒന്നല്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഉസ്താദ് മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാൻ പാടുണ്ട് എന്ന് ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞതായി ഉണ്ടോ, അല്ല നമ്മുടെ ഉലമാക്കളാണോ അത് പറഞ്ഞത്? മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. ഹലോ, മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന്, മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് ശ്രോതാക്കളൊക്കെ കേട്ടതല്ലേ ചോദ്യം? ഈ ചോദ്യം ഒന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പോ തവസ്സുൽ ആരെക്കൊണ്ടാണ്, പ്രാർത്ഥന ആരോടാണ്? രണ്ട് കാര്യങ്ങൾ അറിയേണ്ടത്. സഹോദരൻ ചോദിച്ചത് ഇങ്ങനെയാണ്, മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് ഖുർആനിലുണ്ടോ, അല്ല മഹാന്മാരായ പണ്ഡിതന്മാരാണോ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഈ ചോദ്യം ഉത്തരം പറയണമെങ്കിൽ ചോദ്യം വ്യക്തമാണല്ലോ. ചോദ്യം വ്യക്തമാക്കാൻ വേണ്ടി സഹോദരനോട് ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, മരണപ്പെട്ടവരോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കാമെന്ന് എന്ന് പറയുമ്പോൾ തവസ്സുൽ ആരെക്കൊണ്ടാണ്, പ്രാർത്ഥന ആരോടാണ്? ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. പ്രാർത്ഥന അള്ളാഹുവിനോടെന്ന്, തവസ്സുല് മരണപ്പെട്ട മഹാന്മാരുടെ ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കലാണ്. പ്രാർത്ഥന അള്ളാഹുവിനോടാണ്, തവസ്സുൽ അതിന്റെ ആ ഭാഗം ഒന്നും ക്ലിയർ ആയിട്ടില്ല. ഈ ചോദ്യം വ്യക്തമാവാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കുന്നത്. പ്രാർത്ഥന അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞു, തവസ്സുൽ ആരോടാണ്, ആരെക്കൊണ്ടാണ്? ആ ഭാഗം ഒന്നുകൂടി ക്ലിയർ ആക്കി തരണം. മറുപടിക്ക് വളരെ എളുപ്പമുണ്ടാവും. പ്രാർത്ഥന അള്ളാഹുവിനോടാണെന്ന് പറഞ്ഞു, തവസ്സുൽ അത് ആരെക്കൊണ്ടാണ്? ഇത് ഒന്ന് ക്ലിയർ ആയിട്ടും പറഞ്ഞു തരണം. ഹലോ, തവസ്സുല് മഹാന്മാരെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് തേടുന്നതാണ് പ്രാർത്ഥന. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അള്ളാഹുവിന്റെ ഔലിയാക്കള്, അമ്പിയാക്കള്, സ്വാലിഹായ അമല് ഇതൊക്കെ മുൻനിർത്തിയിട്ട് അള്ളാഹുവിനോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ അതിൽ മരണപ്പെട്ടവരെ ഇങ്ങനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ അതിൽ ഖുർആൻ കൊണ്ട് തെളിയിക്കാൻ പറ്റുമോ, അഥവാ മഹാന്മാരായ പണ്ഡിതന്മാരാണോ നമുക്കത് വ്യക്തമാക്കി തന്നത്? ഇത്രേ ഉള്ളൂ. ഹലോ, അപ്പൊ മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതല്ലേ ചോദ്യം? മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, ഇതല്ലേ ചോദ്യം? നിങ്ങളുടെ സംശയതല്ലേ? അതെ, മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇത് പരിശുദ്ധ ഖുർആനിലില്ലാത്ത ഒന്നല്ല മഹാന്മാരായ മുൻഗാമികൾ പറയുന്നത്. ഖുർആനിലില്ലാതെ, ഖുർആൻ അംഗീകരിക്കാതെ മുൻഗാമികൾ പറയില്ല.
ഖുർആനിലുള്ളത് മുൻഗാമികൾ വ്യക്തമാക്കുന്നു എന്ന് മാത്രം. വബ്തഗൂ ഇലൈഹിൽ വസീല, അള്ളാഹുവിലേക്ക് നിങ്ങൾ വസീലയെ തേടണേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയുണ്ടോ, അള്ളാഹുവിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനു മുഴുവൻ നിങ്ങൾ സ്വീകരിക്കണേ. വബ്തഗൂ ഇലൈഹിൽ വസീല, ഈ പറഞ്ഞ ആയത്തിന്റെ പരിധിയിൽ പ്രിയപ്പെട്ട സഹോദരൻ ചോദിച്ച ഈ കാര്യവും ഉൾപ്പെടും. വബ്തഗൂ ഇലൈഹിൽ വസീല, നിങ്ങളെ അള്ളാഹുവിനെ കൊള്ള അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതിനു മുഴുവൻ നിങ്ങൾ തേടുക എന്ന് ഖുർആൻ പറയുന്നു. ഇതിൽ ഉൾപ്പെടും മഹാന്മാരെ കൊണ്ട് തവസ്സുലാക്കി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ. ഉസ്താദെ, അപ്പൊ നമ്മള് ദിക്ർ മറ്റേ അള്ളാഹു ആദിരി എന്നാ പറയാം, അള്ളാഹു ആദിറാണ്, അള്ളാഹു എന്റെ കൂടെ എന്നൊക്കെ പറയാം. അപ്പൊ ഈ വാദം അതേമാതിരി നൂരിശക്കാരുടെ വാദം ഒരേപോലെ വാദമാണ്. അപ്പൊ ഇന്ന് ഒരു നൂരിശക്കാരന്റെ സുഹൃത്ത് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഞാൻ വരാം, വീട്ടിന് കുഴപ്പമില്ല, അള്ളാഹു എവിടെയാണ് നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ആ ഒരു ഉത്തരം. പിന്നെ അതിന്റെ ശേഷം വിളിച്ചിട്ടില്ല. അപ്പൊ പറഞ്ഞാണ് നിങ്ങളൊക്കെ അള്ളാഹു ആദിരി അള്ളാഹു നാദിരി എന്നൊക്കെ ചെല്ലണല്ലേ, അപ്പൊ നിങ്ങളെ വിശ്വാസം ഇപ്പൊ എന്താണോ ചോദിച്ചത്. അപ്പൊ ആ രണ്ടും അതിനെ കുറിച്ചൊന്ന് വ്യക്തമാക്കി തരികയാണെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വിശദീകരണത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ പരിപാടി അവസാനിപ്പിക്കാം. ഇവിടെ 1 മണിയായിട്ടുണ്ട്. പിന്നെ അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ എന്നൊക്കെയുണ്ട്. ഇതൊക്കെ അനുവദിക്കപ്പെട്ട ദിക്റുകളാണ്, മഹാന്മാർ അംഗീകരിച്ച ദിക്റുകളാണ്. ഇതൊന്നും ഒരിക്കലും നൂർശക്കാർ പറയുന്ന മഅയ്യത്തു ദാത്തിയ അല്ല. അള്ളാഹു നാദിരി, അള്ളാഹു എന്നെ കാണുന്നവനാണ്, അള്ളാഹു ഹാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ, ഞാൻ എവിടെയാണെങ്കിലും ഞാൻ എന്ത് കാര്യത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ പരിധിക്കപ്പുറത്തല്ല. ഒളിച്ചു കളിക്കലുണ്ടല്ലോ, ഒളിച്ചിരിക്കുക. നമ്മളൊരു സഹോദരൻ നമ്മൾ കാണാതെ ഒളിച്ചിരിക്കുമ്പോ നമ്മുടെ കാഴ്ചയിൽ ആ സഹോദരൻ പെടൂല. ആ സഹോദരനെ കുറിച്ച് നമുക്ക് അല്പസമയമെങ്കിലും അറിയില്ല. എന്നാൽ നമ്മൾ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തൊട്ട് ഒളിച്ചിരിക്കാൻ, അള്ളാഹുവിനെ തൊട്ട് മറഞ്ഞിരിക്കാൻ, അള്ളാഹുവിന്റെ അറിവിൽപ്പെടാതെ ഒഴിഞ്ഞു നിൽക്കാൻ നമുക്ക് സാധിക്കൂല. ഇതാണ് അള്ളാഹു നാദിരി, അള്ളാഹു ഹാദിരി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഈ എന്നതിന്റെയൊക്കെ സാധാരണ വിശദീകരണം. നമ്മൾ ഏത് സന്ദർഭത്തിലാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും അള്ളാഹുവിനെ തൊട്ട് മറഞ്ഞിരിക്കാൻ. അള്ളാഹുവിന് നമുക്കുറിച്ച് അറിയില്ല, പടച്ചോനെ നമ്മൾ സയ്യിദ് ഇപ്പൊ എവിടെയാണാവോ, അല്ലെങ്കിൽ മുഹമ്മദ് ഇപ്പൊ എവിടെയാണാവോ, ഞാൻ തെരഞ്ഞു നോക്കട്ടെ, ഈ ഒരു അവസ്ഥ അള്ളാഹു തആലാക്ക് ഉണ്ടാവൂല. ഏത് കാര്യത്തിലാണെങ്കിലും ഏത് വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിനെ തൊട്ട് മറഞ്ഞിരിക്കുന്നവരോ അള്ളാഹുവിന്റെ അറിവിൽപ്പെടാത്ത അവസ്ഥയിലോ അള്ളാഹുവിന്റെ പരിധിയിൽപ്പെടാത്ത അവസ്ഥയിലോ അല്ല. എപ്പോഴും അള്ളാഹുവിന്റെ അറിവിന്റെയും കഴിവിന്റെയും വിവരത്തിന്റെയും കീഴിൽ തന്നെയാകുന്നു. നൂർശക്കാർ പറഞ്ഞ മഅയ്യത്തു ദാത്തിയ, അത് അള്ളാഹു ദാത്താൽ തന്നെ നമ്മുടെ കൂടെയുണ്ട്, കാണപ്പെടാൻ സാധ്യതയുള്ള ദാത്ത് കൊണ്ട് തന്നെ അള്ളാഹു നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതാണ്. ഇത് രണ്ടാണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറായ കാര്യങ്ങൾ സംസാരിക്കാനും അത് ഉൾക്കൊള്ളാനും പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസത്തിലും ആദർശത്തിലും അമലിലുമായി കൊണ്ട് കഴിഞ്ഞുകൂടാനും പടച്ചറബ് നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ, സാദാത്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലാസ് റൂമിന് വേണ്ടി സേവനം ചെയ്യുന്ന നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ അഡ്മിനിമാർ, നമ്മുടെ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. സഹായിച്ചവർക്കൊക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ദുനിയാവിലും ആഖിറത്തിലും നൽകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അല്ലാഹു എല്ലാ നിലക്കുമുള്ള സലാമത്ത് നൽകട്ടെ. നമുക്കെല്ലാവർക്കും പരിശുദ്ധ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ, ദീർഘകാലം ഖിദ്മത്ത് ചെയ്യാൻ പടച്ചറബ് നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ മദീനയും വീണ്ടും വീണ്ടും സന്ദർശിക്കുവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യട്ടെ.